കേസ് ജംഷഡ്പൂർ എഫ് സി ഇന്നലെ ഹാവി സിവേറിയയുടെ ഒരു എക്സ്റ്റൻഷൻ നടത്തിയതിനെ പറ്റി നമ്മൾ സംസാരിച്ചതാണ്. ഇന്നിതാ ഇപ്പോൾ അവർ പുതിയൊരു ഫോറിൻ സ്ട്രൈക്കറുടെ അനൗൺസ്മെൻറ്റ് കൂടി നടത്തുന്നു. മറ്റാരുമല്ല, എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള ജോതം മുറെ. നമുക്കറിയാം, അദ്ദേഹം KBFCയിലൂടെയാണ് ISL എത്തുന്നത്. പിന്നീട് JFC പോയിരുന്നു. പിന്നീട് അദ്ദേഹം ഒരു തായ് ക്ലബിലൊക്കെ പോയി ചെന്നൈയിൻ FC ഇപ്പോൾ ഇതാ വീണ്ടും ജംഷഡ്പൂർ FC വരുന്നു എന്നുള്ളൊരു സാഹചര്യമാണുള്ളത്. അപ്പം ഇദ്ദേഹത്തെ പറ്റി പറയുമ്പോഴത്തേക്കും ഒരു ISLിലെ ഒരു ഡേഞ്ചറസ് സ്ട്രൈക്കർ എന്ന നിലയിലേക്കൊന്നും അദ്ദേഹത്തിന് ഒരു പേരെടുത്തിട്ടൊന്നുമില്ല. 2020 തൊട്ടൊക്കെ അദ്ദേഹം ഇവിടെ കളിക്കുന്നുണ്ടെങ്കിലും ഇപ്പം അദ്ദേഹത്തിൻ്റെ ഒരു നമ്പേഴ്സ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 57 മത്സരങ്ങൾ 16 ഗോൾ, അതൊരു ആവറേജോ അല്ലെങ്കിൽ ഒരു ബിലോ ആവറേജോ സ്റ്റാറ്റാണ് എന്നുള്ളത് വ്യക്തമാണ്. എന്നാൽ നമുക്കിപ്പോൾ സിവേറിയുടെ കാര്യം എടുക്കുമ്പോഴും നമ്മൾ സിമിലർ ആയിട്ടുള്ള കാര്യം പറഞ്ഞാണ്. അദ്ദേഹം ഏതാണ്ട് 62 മത്സരങ്ങളിൽ 15 ഗോൾസാണ് അടിച്ചിട്ടുള്ളത്. അതും ഒരു ഗ്രേറ്റ് നമ്പർ അല്ല, ഒരു ആവറേജ് ഓർ ബിലോ ആവറേജ് സ്റ്റാറ്റാണ്. അപ്പം അവർക്ക് വരുന്ന, അതായത് JFCക്ക് വരുന്ന 2 സ്ട്രൈക്കേഴ്സിൻ്റെ കാര്യം എടുക്കുമ്പോഴും ഭയങ്കര ഒരു ഡെഡ്ലി സ്ട്രൈക്കേഴ്സ് എന്ന നിലയിലുള്ള ഒരു സൈനിങ്സ് അവരുടെ ഭാഗത്ത് നിന്ന് നടന്നിട്ടില്ല എന്നുള്ളത് പറയണം. ഇനി എങ്ങനെ ഇവർ വർക്കൗട്ട് ചെയ്യും, ഇതവർക്കൊരു പ്രശ്നമായിട്ട് മാറുമോ എന്നുള്ളതൊക്കെയാണ്. എന്താണെങ്കിലും ഇൻ പേപ്പറിൽ നോക്കുമ്പോഴത്തേക്കും ഒരു ഗ്രേറ്റ് 2 സ്ട്രൈക്കേഴ്സിൻ്റെ ഒരു അഡീഷൻ ഒന്നും അല്ല അവർ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. എന്താണെങ്കിലും 2 വിദേശ അറ്റാക്കേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ ഇന്ത്യൻ അറ്റാക്കർ എന്ന് പറഞ്ഞാൽ ഇപ്പം സമീർ മുഹമ്മു എന്ന് പറഞ്ഞിട്ടുള്ള അവരൊരു ലോക്കൽ താരത്തെ എത്തിക്കുന്നുണ്ട്. അദ്ദേഹം ആർമി റെഡിലൊക്കെ കളിച്ചുള്ള പ്ലെയറാണ്. സന്തോഷ് ട്രോഫിയിൽ കഴിഞ്ഞ സീസണിലെ ബെസ്റ്റ് പ്ലെയറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളൊരു താരമാണ്. അതുവഴി അദ്ദേഹം ഇന്ത്യൻ അണ്ടർ-23 ഒരു കോളപ്പ് വരെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു താരത്തെ ജംഷഡ്പൂർ FC അവരുടെ ഒരു ടീമിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പം ഇദ്ദേഹത്തിന് ഒരു ഇന്ത്യൻ അറ്റാക്കർ എന്ന നിലയിൽ എത്രത്തോളം ഉയർന്നു വരാൻ സാധിക്കും എന്നുള്ളതും നോക്കിക്കാണണം. വളരെ യങ്ങാണ്, 22 വയസ്സൊക്കെ ഉള്ളൂ. അപ്പം ഉറപ്പായിട്ടും ഒരു പൊട്ടൻഷ്യൽ കാണിക്കാൻ സാധ്യതയുള്ള താരമായിട്ട് തന്നെ വിലയിരുത്താം അദ്ദേഹത്തിന് ആ ഒരു പെർഫോമൻസ് ഒക്കെ തുറക്കാൻ സാധിച്ചാൽ. പിന്നെ കോമൽ തട്ടാൽ ചെന്നൈയിൻ FC പോകുന്നു എന്നുള്ളൊരു കാര്യമാണ്. അദ്ദേഹം ജംഷഡ്പൂർ FC ഉണ്ടായിരുന്നത്. അപ്പം ജംഷഡ്പൂരിൽ നിന്ന് ചെന്നൈയിലേക്ക് പോയി. പക്ഷേ ഒഫീഷ്യലായിട്ടുള്ള അനൗൺസ്മെൻ്റ് ഒന്നും വന്നിട്ടില്ല. പക്ഷേ അദ്ദേഹം ഈ ഒരു ക്യാമ്പിൽ ഒക്കെ ഉള്ള ചില ചിത്രങ്ങളൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. സോ ഇപ്പം ചില വാർത്തകളൊക്കെ കേൾക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഈ ഒരു ഡുറൻ കപ്പിൽ ഈ ഒരു ടീമിൻ്റെ ഭാഗമായിട്ട് ഒക്കെ ഉണ്ടാകും എന്നുള്ളതാണ്. സോ അവിടെ ഒരു മെയിൻ പ്ലേയേഴ്സൊന്നും അത്ര കളിക്കുന്നില്ല എന്നുള്ള വാർത്തകളൊക്കെയാണ് വരുന്നത്. അപ്പം നമുക്ക് നോക്കാം. എന്താണെങ്കിലും നമുക്കറിയാം, ഒരു ഗ്രേറ്റ് ടാലൻ്റാണ്. അണ്ടർ-17 വേൾഡ് കപ്പ് ടൈമിലൊക്കെ നമ്മൾ അത് പറഞ്ഞിട്ടുള്ളതാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ കരിയറിൽ എങ്ങനെ പോയി എന്നുള്ളത് നമ്മൾ പലവട്ടം സംസാരിച്ചിട്ടുള്ളതാണ്. ATK പോയതും പിന്നീട് ഇഞ്ചറി പറ്റിയതും അങ്ങനെയൊക്കെയുള്ള പല സാഹചര്യങ്ങൾ. സ്റ്റിൽ ഐ തിങ്ക് ISLലെ യങ്ങസ്റ്റ് ഗോൾ സ്കോററൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലെയർ കൂടിയാണ്. സോ അങ്ങനെ ഒരു നല്ലൊരു പൊട്ടൻഷ്യലുള്ള നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിരുന്നു. ഇനിയിപ്പം ചെന്നൈയിൻ FC വരുമ്പോഴും അദ്ദേഹത്തിന് വിങ്ങേഴ്സ് എന്ന നിലയിൽ നോക്കുകയാണെങ്കിൽ ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന പ്ലെയേഴ്സ് ഉണ്ട്. ഇപ്പോൾ മിൻസി ബാരറ്റോ ആണെങ്കിലും ഫറൂഖ് ചൗധരി ആണെങ്കിലും കുർക്കീറത്ത് ആണെങ്കിലും ഗിയാൻ നസീരയ്ക്ക് ആണെങ്കിലും ഒരുപാട് വിങ്ങേഴ്സ് അവിടെ ഉണ്ട് എന്നുള്ളൊരു ഫാക്ടറും ഉണ്ട്. അപ്പോൾ ഇവരുമായിട്ട് എങ്ങനെ കോമ്പീറ്റ് ചെയ്യുന്നു എന്നുള്ളതും നമുക്ക് നോക്കി കാണേണ്ട ഒരു കാര്യം തന്നെയാണ് എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റുക. സനിയ.